അതിപ്പോൾ കരിപ്പൂർ പോലീസിൻ്റെ പരിഗണനയിലുമാണ്. ആ ദൃശ്യങ്ങൾ പകർത്തിയത് നിങ്ങളാണോ? നിങ്ങളാണെങ്കിൽ ഏത് സാഹചര്യത്തിലാണ് അത് പകർത്തിയത്? ഞാനാണ് ആ ദൃശ്യങ്ങൾ പകർത്തിയതെന്ന് വളരെ ആർജവത്തോടെ അഭിമാനത്തോടെ ഇവിടെ പറയുന്നു. ഞാൻ ഷാർജയിൽ നിന്നും കോഴിക്കോട്ടേക്ക് വരുമ്പോൾ വിമാനത്തിൽ ടോയ്ലറ്റിലേക്ക് പോകുമ്പോഴാണ് ഒരു എയർ ഹോസ്റ്റസ് വളരെ ശക്തമായി ഉറങ്ങുന്നത് കാണുന്നത്. ഞാൻ ഫ്രണ്ട് സീറ്റ് A1-ലാണ്. അവിടുത്തെ ടോയ്ലറ്റ് എൻഗേജ് ആയിരുന്നു. പിന്നെ ഒന്ന് പിന്നിലേക്ക് പോയി ആ ടോയ്ലറ്റിനടുത്തുള്ള ജംപ് സീറ്റിൽ ഇവർ സുഖമായി കിടന്നുറങ്ങുന്നു. ഇത് നിയമലംഘനമാണ്. ഒരിക്കലും ഇന്ത്യൻ വ്യോമയാന വകുപ്പ് അനുവദിക്കുന്നതല്ല എയർ ഹോസ്റ്റസ്മാർ ഡ്യൂട്ടിയിൽ കിടന്നിറങ്ങുക. ക്രൂരമായ തെറ്റാണ് അവർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ആ വീഡിയോ എടുത്ത് എയർ ഇന്ത്യയുടെ CMD അശ്വിൻ ലോഹാനിക്ക് അയച്ചു കൊടുക്കുകയും അതിൽ വേണ്ടപ്പെട്ട ഒരു നടപടിയും കാണാത്തതുകൊണ്ട് എൻ്റെ കഴിവ് പരമാവധി ഉപയോഗിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയയിൽ എൻ്റെ കഴിവിൻ്റെ പരമാവധി പ്രചരിപ്പിച്ചു. അങ്ങനെയെങ്കിലും അതിനൊരു ചലനമുണ്ടാവട്ടെ എന്ന് ഞാൻ ആശിച്ചു. അത് ഏതാണ്ട് യാഥാർത്ഥ്യമാവുകയാണ്. ഇവിടെ നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ദിവസം എമിറേറ്റ്സിൻ്റെ വലിയ വിമാനം, ജംബോ വിമാനം ദുബായ് വിമാനത്താവളത്തിൽ ടെർമിനൽ 3-ൽ ക്രാഷ് ലാൻഡ് ചെയ്തത് എല്ലാവരും അറിയാലോ. 318 ജീവനുകളാണ് അവിടെ രക്ഷപ്പെട്ടത്. 18 സ്റ്റാഫ് അടക്കം 318 ജീവനുകളെ രക്ഷിക്കാൻ എമിറേറ്റ്സിലെ എയർ ഹോസ്റ്റസുമാർക്കും പൈലറ്റിനും കഴിഞ്ഞു. അങ്ങനെ ആ എയർ ഹോസ്റ്റസിൽ ആരെങ്കിലും ഉറങ്ങിക്കിടക്കുകയാണെങ്കിൽ എത്ര ആളുകൾ മരിക്കുമായിരുന്നു? വിമാനത്തിൽ എയർ ഹോസ്റ്റസ് അവരുടെ ജോലി കഴിഞ്ഞാൽ ജംപ് സീറ്റിൽ ഇരുന്നു കൊണ്ട് യാത്രക്കാർക്ക് വേണ്ട കാര്യങ്ങൾ യാത്രക്കാർ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് വേണ്ട പരിചരണങ്ങൾ നൽകാനായി തയ്യാറായി ഇരിക്കുക വേണ്ടത്, ഉറങ്ങുകയല്ല. അതും യാത്രക്കാരൻ നൽകാൻ എയർ ഇന്ത്യ അനുവദിച്ച 15 ബ്ലാങ്കറ്റുകളാണ്, കേവലം 15 ബ്ലാങ്കറ്റ്. അതിൽ 2 ബ്ലാങ്കറ്റ് ഉപയോഗിച്ചാണ് ഇവർ ഭദ്രമായി ഉറങ്ങുന്നത്. അതൊരിക്കലും നീതീകരിക്കാൻ പറ്റില്ല. എന്തെങ്കിലും അത്യാഹിത ഘട്ടങ്ങളിൽ വായുമർദ്ദത്തിലോ മറ്റോ വിമാനം കുടുങ്ങിപ്പോവുക, ഏതെങ്കിലും യാത്രക്കാർക്ക് ഇതിൽ അസുഖം വരിക, അപ്പോൾ അവരെ സംരക്ഷിക്കേണ്ട എയർ ഹോസ്റ്റസോ മറ്റു ജീവനക്കാരോ ഉറങ്ങിയാലുള്ള ദുരന്തം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ദുബായ് ഫ്ലൈറ്റ് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ അവിടെ മനുഷ്യന്റെ ജീവനെ കൊണ്ടാണ് പന്താടുന്നത്. അതൊരിക്കലും അനുവദിക്കില്ല. അതിനു വേണ്ടിയുള്ള ഒരു ധർമ്മസമരമാണ് ഞാൻ ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ സ്വാഭാവികമായും അപ്പോഴും ഉയരുന്നൊരു ചോദ്യമുണ്ട്. ഒരു സ്ത്രീയുടെ അവരുടെ സ്വകാര്യത, അവരുടെ അനുമതിയില്ലാതെ അവരുടെ ദൃശ്യങ്ങൾ പകർത്തുക എന്നുള്ളത് അവരുടെ സ്വകാര്യതയ്ക്ക് മേലുള്ള കടന്നുകയറ്റമല്ല. വളരെ നല്ല ചോദ്യം. അതിന് വ്യക്തമായ മറുപടി ഇതാ. സ്ത്രീ എന്നുള്ളതിന് ഇവിടെ യാതൊരുവിധ പരിഗണനയുമില്ല. സ്ത്രീയെ നമ്മൾ ബഹുമാനിക്കുന്നു, നമുക്ക് സഹോദരിമാരുണ്ട്, സ്ത്രീയെ ബഹുമാനിക്കുന്നു, നമിക്കുന്നു. പക്ഷേ ഇവിടെ ഷീസ് എ പബ്ലിക് സർവൻറ്റ്. ഇന്ത്യ ഗവൺമെന്റിന്റെ ലക്ഷക്കണക്കിന് രൂപ സാലറിയും 5 സ്റ്റാർ ഫെസിലിറ്റിയും എല്ലാ സൗകര്യങ്ങളും മാസങ്ങളിൽ ഓരോ മാസവും ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥ എന്ന നിലയിൽ ഷീസ് എ പബ്ലിക് സർവൻറ്റ്, ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിലാണ് ഞാനത് ടേക്കപ്പ് ചെയ്തത്. അതിൽ സ്ത്രീയുടെ സ്വകാര്യത എവിടെയാണ് ആ വീഡിയോയിൽ കാണാൻ കഴിയുക? വളരെ ഭദ്രമായി 2 ബ്ലാങ്കറ്റുകൾ മൂടി പുതപ്പിച്ച് കൊണ്ടാണ് അവർ ഇരുന്ന് ഉറങ്ങുന്നത്. അതിൽ ഒരു ശരീര അവയവങ്ങളോ മറ്റോ ഒന്നും പുറത്ത് കാണുന്നില്ല. അതുമാത്രമല്ല, അവർ ഉറങ്ങുന്നത് ഒരു ഓപ്പൺ ഏരിയയിലാണ്, തുറന്ന സ്ഥലത്താണ്. വിമാനത്തിലെ തുറന്ന സ്ഥലത്ത് ഏതൊരു യാത്രക്കാരും കാണുന്ന രീതിയിൽ അത് അവർ ഉറങ്ങുന്ന ബെഡ്റൂമിലോ ബാത്റൂമിൽ നിന്നോ ഞാൻ ദൃശ്യങ്ങൾ പകർത്തുകയാണെങ്കിൽ തീർച്ചയായും അത് സൈബർ കേസിന്റെ പരിധിയിൽപ്പെടും. ഞാൻ കുറ്റക്കാരനാണ്. ഇവിടെ ഞാൻ കുറ്റക്കാരനല്ല. പബ്ലിക് സർവൻറ്റ് ഇങ്ങനെ അനീതി കാട്ടി ഇന്ത്യൻ ഗവൺമെന്റിന്റെ നമ്മുടെ നികുതി പണം പാവപ്പെട്ട പ്രവാസികളോട് 60,000 70,000 സീസണുകളിൽ ടിക്കറ്റ് ഈടാക്കുന്നത്. അവരുടെ പ്രവാസികളുടെ ഈടാക്കുന്ന കഴുത്തുനിരിക്കുന്ന ടിക്കറ്റ് പണം കൊണ്ട് ലക്ഷങ്ങൾ ശമ്പളം നൽകി എയർ ഇന്ത്യ പോറ്റുന്ന, എയർ ഇന്ത്യ വളർത്തുന്ന ഇത്തരം സ്റ്റാഫ് അനീതിയാണ് കാട്ടിക്കൂട്ടുന്നത്. ഇത് വഞ്ചനയാണ്. ആ വഞ്ചനയെ തുറന്നു കാട്ടാൻ ഏത് കോടതിയിലും കയറാൻ ഞാൻ തയ്യാറാണ്. ഭയമില്ല. ഏത് നിയമത്തിന്റെ മുന്നിലും ഞാൻ പോയി വാദിക്കാൻ തയ്യാറാണ്. തീർച്ചയായും നീതി കിട്ടും. പ്രവാസികൾക്കും ആശ്രിതർക്കും ഇതിൽ നീതി കിട്ടും എന്നുള്ള വിശ്വാസമാണ് എനിക്കുള്ളത്. അവർ പരാതി കൊടുത്തിരിക്കുന്നു പോലീസിൽ. അവരുടെ ചിത്രങ്ങൾ അവരറിയാതെ എടുത്തു പ്രചരിപ്പിച്ചു എന്നുള്ളതാണ് ആ പരാതിയിലെ ആരോപണം. സ്വാഭാവികമായും നടപടികൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. നിങ്ങൾ ഭയപ്പെടുന്നുണ്ടോ? തീർച്ചയായും ഒരു ഭയവുമില്ല. ഏത് നടപടികളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. എന്ത് സ്വകാര്യതയാണ് ഇവിടെ ഉള്ളത്? ഇന്ത്യ ഗവൺമെന്റിനെ വഞ്ചിച്ചിരിക്കുന്നു. 150ഓളം യാത്രക്കാരെ വഞ്ചിച്ചിരിക്കുന്നു. യാത്രക്കാർക്ക് സംരക്ഷണവും സുരക്ഷയും ഉറപ്പാക്കേണ്ട ഒരു വിമാനത്തിലെ ജീവനക്കാർ ഒരു എന്താ പറയുക, പ്രത്യേക സുരക്ഷാ മേഖലയാണ്. ആകാശത്തോട് 50,000 അടി മുകളിലാണ് ഇവർ ഉറങ്ങുന്ന രംഗം ഞാൻ കാണുന്നത്. ഒമാന്റെയോ മസ്കറ്റിന്റെയോ മറ്റോ ഏരിയയിൽ വെച്ചാണ് ഞാനത് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ജനങ്ങളുടെ, നിരവധി കുഞ്ഞുങ്ങളെ, വൃദ്ധന്മാരുടെ, മറ്റു യാത്രക്കാരുടെ ജീവന് സുരക്ഷയ്ക്കും
ബാധിക്കാവുന്ന ഗുരുതരമായ കൃത്യവിലോപം ചെയ്ത അവരുടെ വീഡിയോ എടുത്തതിൽ ഒരു തെറ്റും തോന്നുന്നില്ല. ഞാൻ ഇപ്പോഴും അത് അംഗീകരിക്കുന്നു. അത് വീണ്ടും നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ വീണ്ടും ശക്തമായ രീതിയിൽ ഞാൻ പ്രചരിപ്പിക്കും എന്ന് ഞാൻ ഇവിടെ പ്രഖ്യാപിക്കുകയും ചെയ്യും. എയർ ഇന്ത്യയുടെ CMD അടക്കമുള്ളവർക്ക് പരാതി നൽകിയതാണ്. വീഡിയോ അടക്കമുള്ള ഒരു നടപടിയും ഇത്രയും ദിവസത്തിനുള്ളിൽ ഉണ്ടായിട്ടില്ല. എനിക്ക് തോന്നുന്നു നിങ്ങൾ സന്ദർശിച്ചത് മാർച്ച് 27-നാണ് നിങ്ങൾ സഞ്ചരിച്ചത്. അതിനുശേഷം ഉടനെ തന്നെ പരാതിയും കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഒരു നടപടിയും ഉണ്ടായില്ല. ഇനി എന്താണ് നിങ്ങളുടെ നിലപാട്? വളരെ വ്യക്തമായി ഇതിലെ എല്ലാ അനുഭവങ്ങളും ക്രോഡീകരിച്ചുകൊണ്ട് വിശദമായ ഒരു ആർട്ടിക്കിൾ റൈറ്റപ്പ് തന്നെ ഈ വീഡിയോ സഹിതം എയർ ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യക്തി അശ്വിൻ ലോഹാനിക്ക് അദ്ദേഹത്തിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിലും മറ്റു മെയിലുകളിലും അയച്ചു കൊടുക്കുകയുണ്ടായി. ഇതുവരെ വ്യക്തമായ നടപടികൾ ഉണ്ടായിട്ടില്ല. ഒരു എൻക്വയറിയോ അന്വേഷണങ്ങളോ നടക്കുകയാണെങ്കിൽ തീർച്ചയായും എന്നെ അവർ അറിയിക്കേണ്ടതാണ്. കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. എത്രയാണ് നമ്മൾ കാത്തിരിക്കുക? നടപടികൾ അധികൃത ഭാഗത്തു നിന്നില്ലാത്തത് കൊണ്ട് എനിക്ക് മറ്റൊരു വഴിയില്ല. ഞാനൊരു ചാനൽ മുതലാളിയല്ല, എനിക്ക് സ്വന്തമായി പത്രങ്ങളില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ തൂലികകൾ സോഷ്യൽ മീഡിയയിൽ കൂടെ ചലിപ്പിച്ചുകൊണ്ട് ആ വിഷയം ജനങ്ങളുടെ ഹൃദയങ്ങളിൽ എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൽ തന്നെ ചരിതാർത്ഥ്യമുണ്ട്. നിങ്ങളുടെ പേര്, അതുപോലെ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, നിങ്ങളുടെ ഒരു സാമൂഹിക പ്രവർത്തന പശ്ചാത്തലം ഇതൊക്കെ ഒന്ന് വിവരിക്കാം. ഞാൻ KM ബഷീർ, മലബാർ ഡെവലപ്മെൻറ്റ് ഫോറത്തിൻ്റെ പ്രസിഡൻ്റാണ്. കോഴിക്കോട് സ്വദേശി. ഷാർജയിലും മുംബൈയിൽ ഇപ്പോൾ കോഴിക്കോട് സെറ്റിൽഡാണ്. ഇടയ്ക്ക് ഗൾഫിൽ ഫ്രീക്വൻറ്റ് ഫ്ലയറായി പോയി വരും. ചെറിയ ബിസിനസ്സുകൾ അവിടെ ഉണ്ട്. കോഴിക്കോടും ബിസിനസ്സുണ്ട്.